ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കായി കാത്തിരിക്കുന്നൊരു മറ്റൊരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. സിതാരയും അനിയൻ കുഞ്ഞും അല്ലെങ്കിൽ സിതാരയും ശ്രീനിവാസും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണ് സംഭവിക്കുക? ഒരു തീപ്പൊരി സീൻ തന്നെയായിരിക്കും അതെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഒരു സംഭവം കൺമുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. സിതാരയും മകൾ ഗാഥയും കൂടി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ്. ചങ്ങാതിക്കടവിലേക്ക് വർഷങ്ങൾക്ക് ശേഷമുള്ള സിതാരയുടെ മടങ്ങിവരവായിരുന്നു. സിതാര മടങ്ങിയെത്തിയതും കൃഷ്ണയുടെയും ഗാഥയുടെയും ജീവിതങ്ങൾ, കൃഷ്ണയും ഗാഥയും ഒരേ നാട്ടിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് സിതാര തന്റെ മകളുമായിട്ട് ചങ്ങാതിക്കടവിലേക്ക് വന്നത്. ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുകൊണ്ട് അവർ നിൽക്കുമ്പോഴേക്കും അതിന് മുൻപേ തന്നെ ക്ഷേത്രത്തിലെത്തിയ ശാന്തിയും കൃഷ്ണയും അവിടുത്തെ തിരുമേനിയെ കണ്ട് പ്രസാദവും വാങ്ങി തിരിച്ച് മോളിയുടെ ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു. മടങ്ങിപ്പോകുന്നതിനിടയിൽ സിതാരയുടെയോ ഗാഥയുടെയോ കാര്യങ്ങളൊന്നും അറിയാതെ അവർ പുതിയതായി തുടങ്ങാൻ പോകുന്ന ലോട്ടറി കമ്പനിയെ കുറിച്ച് അങ്ങനെ വളരെ വാചാലരായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ മോളിക്കുട്ടി പറയുന്ന തമാശകളൊക്കെ കേട്ട് ശാന്തയും കൃഷ്ണയും വളരെ സന്തോഷത്തോടെ ചിരിക്കുകയും അതിനൊപ്പം മറുപടി നൽകി അവര് വളരെ ഉല്ലാസത്തോടെ അങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ വെച്ച് ശ്രീനിവാസ് തനിക്ക് പരിചയമുള്ള ഒരു രാഘവേട്ടനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ മോളിക്കുട്ടിയുടെ തമാശകൾ കേട്ട് ചിരിച്ചു അങ്ങനെ നിന്ന കൃഷ്ണയും മോളിക്കുട്ടിയും അവിടെ നിൽക്കുന്ന ശ്രീനിവാസിനെയോ ശ്രീനിവാസിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെയോ ഒന്നും കാണാതെ പോവുകയാണ്. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോ ശ്രീനിവാസ് താൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ തന്റെ പരിചയക്കാരനോട് സംസാരിച്ചതിന് ശേഷം തിരിച്ച് വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് മോളിക്കുട്ടിക്ക് സംശയം തോന്നി പിന്നിൽ കിടന്ന ആ കാർ ഏതാണെന്നൊന്നും ശ്രദ്ധിച്ചപ്പോ അത് ശ്രീനിവാസിന്റെ അല്ലെങ്കിൽ അനിയൻ സാറിൻ്റെതാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോഴേക്കും മോളിക്കുട്ടി പറഞ്ഞു, അത് നമ്മുടെ അനിയൻ സാറിന്റെ വണ്ടിയാണല്ലോ, സാറില്ലേ നിന്നതെന്ന് ചോദിച്ചപ്പോ തങ്കത്തിന് ആകെ നിരാശയായി. കൃഷ്ണ പറഞ്ഞു, ഷോ എന്നാലും അനിയൻ സാറിനെ അമ്മയ്ക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് പറയുമ്പോഴേക്കും ഉടനെ മോളിക്കുട്ടി പറഞ്ഞു, അതെ നമുക്കിപ്പോ സാറിന്റെ വണ്ടിക്ക് പിന്നാലെ ഒന്ന് വെച്ചടിച്ചാലുണ്ടല്ലോ, തീർച്ചയായിട്ടും സാറിനെ കാണാൻ പറ്റും, എന്താ പോണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഉടനെ കൃഷ്ണ പറഞ്ഞത്, അതെ അങ്ങനെ ഇനിയിപ്പോ പിന്നാലെ ഓടിപ്പോണ്ട കാര്യമില്ല. കാരണം അങ്ങനെ പിന്നാലെ പോയിട്ട് വേറെ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നാളെ എന്തായാലും ലോട്ടറി കടയുടെ ഉദ്ഘാടനത്തിനായിട്ട് അനിയൻ സാർ വരുമല്ലോ, അന്നേരം അമ്മയ്ക്ക് കാണാം, അതാമേ നല്ലത് എന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ തമ്മിൽ എന്തോ ജാതക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടും നിങ്ങൾ പരസ്പരം കാണാതെ പോകുന്നതെന്ന് കൂടി കൃഷ്ണ പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചു തള്ളുകയാണ് തങ്കം. എന്നാൽ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്നുള്ള സത്യം രണ്ടുപേരും തിരിച്ചറിയുന്നില്ല. കാരണം ഇത്രയും ദിവസം കൃഷ്ണ ഇഷ്ടപ്പെട്ട് വളരെ സ്നേഹത്തോടെ ഒരച്ഛന്റെ സ്ഥാനം നൽകി ഇത്ര ആരാധനയോടെയും ബഹുമാനത്തോടെയും പറയുന്ന ഈ അനിയൻ സാർ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ കൃഷ്ണയുടെയും ഗാഥയുടെയും അച്ഛനാണ്, ശ്രീനിവാസാണ് എന്ന സത്യം ആ പേര് ഇത്രയും നാളും ആരുടെയും നാവിൽ നിന്ന് വരാത്തത് കൊണ്ട് തങ്കവും തിരിച്ചറിയാതെ പോവുകയാണ്. ശ്രീനിവാസിനെ നാട്ടുകാരെല്ലാവരും അനിയൻ സാർ എന്ന് വിളിക്കുന്നത് കൊണ്ട് ആ പേര് മാത്രമായിരുന്നു ആ നാട്ടിൽ ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥ പേരായ ശ്രീനിവാസം എന്നുള്ളത് മാത്രം അറിയാവുന്ന തങ്കത്തിന്, ശാന്തയ്ക്ക് ആ പേര് മാത്രം അറിയാത്തതുകൊണ്ട് ആ പേര് കേൾക്കാതായതുകൊണ്ടും അനിയൻ സാർ ആരാണെന്ന സത്യം തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് നാളത്തെ ആ ഒരു ഫംഗ്ഷനിൽ, നാളത്തെ ഉദ്ഘാടന ചടങ്ങിൽ അനിയൻ സാറിനെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തങ്കവും മോളുക്കുട്ടിയുടെയും കൃഷ്ണയുടെയും ഒപ്പം വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴേക്ക് ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ സിത്താരയും കൃഷ്ണയും ഗാഥയും കൂടി അവിടുത്തെ ആ ഭംഗി കണ്ട് ആസ്വദിച്ചങ്ങനെ നിന്നപ്പോഴാണ് സിത്താരയോട് ഗാഥ വന്ന് ചോദിച്ചത്, അല്ല മമ്മി നമുക്കിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്താലോ, എത്ര മനോഹരമായ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞപ്പോ സിതാരയുടെ മനസ്സിൽ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, പ്രത്യേകിച്ച് ശ്രീനിവാസിന്റെ കൂടെ ആ ക്ഷേത്രത്തിൽ വന്ന ഓർമ്മകളൊക്കെ സിതാരയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മകളുടെ ഒരു ആവശ്യത്തെ അംഗീകരിക്കാൻ സിതാരയ്ക്ക് കഴിയാതെ പോവുകയാണ്. മോളെന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തോ സിനി, മോളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് സിതാര പോകാൻ തുടങ്ങുമ്പോഴാണ് ഗാഥ ചോദിച്ചത്, മമ്മി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിന്റെ ടെൻഷനൊക്കെ മാറി, പക്ഷെ മമ്മി ആകെ മൂഡ് ഓഫ് ആയതുപോലെ എന്ന് ചോദിച്ചപ്പം അതിനൊന്നും കുഴപ്പമില്ല, മോൾ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് സിതാര കാറിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് സിതാരയുടെ മുന്നിലേക്ക് ഒരിക്കലും സിതാര പ്രതീക്ഷിക്കാത്ത, സിതാര കാണാൻ പോലും ആഗ്രഹിക്കാത്ത, ഇനി ഒരിക്കലും തന്റെ മുന്നിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ച അയാളുടെ മടങ്ങി വരവ്. കാറിൽ വന്ന് ഇറങ്ങുന്ന ആളെ കാണാതെ സിതാര അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ കാർ നിർത്തി പുറത്തിറങ്ങി ശ്രീനിവാസൻ നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരികയായിരുന്നു. ശ്രീനിവാസൻ നടന്നു വരുമ്പോഴേക്കും തന്റെ മുന്നിലേക്ക് നടന്നു വരുന്ന സിത്താരയെ ദൂരെ നിന്ന് ശ്രീനിവാസ് കാണാനിടയായി. ശ്രീനിവാസ് വളരെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും സിത്താര എന്ന് പറഞ്ഞുകൊണ്ട് സിത്താരയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴാണ് തന്റെ മുന്നിൽ വന്ന് അഭിമുഖമായി നിൽക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്ക് സിത്താര ശ്രദ്ധിച്ചത്. ശ്രീനിവാസ് പുഞ്ചിരിയോടെ സിത്താരയെ നോക്കുമ്പോൾ സിത്താര പകയോടെയായിരുന്നു ശ്രീനിവാസിന്റെ നേരെ നോക്കിയത്.
എന്തിനാണ് എന്റെ മുന്നിലേക്ക് വന്നത് എന്നും നിങ്ങളെ ഒരിക്കലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കൽ പോലും ഇനി എന്റെ മുന്നിൽ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും ഇല്ലല്ലോ മനുഷ്യ, വീണ്ടും വന്ന് എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്നെല്ലാം ചോദിച്ച് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് ശ്രീനിവാസനോട്. എല്ലാം കേട്ടതും ശ്രീനിവാസ് പുഞ്ചിരിയോടെ തന്നെ സിതാരയുടെ ആ പ്രകടനങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് നിന്നു. അതോടൊപ്പം തന്നെ ശ്രീനിവാസ് സിതാരയോട് പറഞ്ഞു, അതെ, ഞാൻ വന്നതും ഇപ്പോ എന്റെ ജയിൽവാസമൊക്കെ കഴിഞ്ഞു, ശിക്ഷയുടെ കാലാവധി എല്ലാം കഴിഞ്ഞു, ഞാൻ പുറത്തിറങ്ങി എന്നത് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയുമാണ് ശ്രീനിവാസ് വെളിപ്പെടുത്തുന്നത്. അത് കേട്ട് കഴിയുമ്പോഴാണ് സിതാരയുടെ മനസ്സിലുള്ള പകയും ദേഷ്യവും ഒക്കെ പുറത്തു വന്നത്. സിതാര അതോടൊപ്പം ശ്രീനിവാസ് പറഞ്ഞു തീർത്തതും തൊട്ടു പിന്നാലെ സിതാര ചോദിച്ചു, അങ്ങനെ നിങ്ങളുടെ ശിക്ഷ തീർന്നത് കോടതി വിധിച്ച ശിക്ഷയല്ലേ, അല്ലാതെ ഈശ്വരൻ വിധിച്ച ശിക്ഷ തീരണമെങ്കിൽ നിങ്ങളുടെ ഈ ജന്മം മതിയാതാവൂലേ, നിങ്ങളുടെ ഈ ജീവൻ കൂടി ഇല്ലാതാവണ്ടേ, എന്നാലല്ലേ ആ ശിക്ഷ പൂർത്തിയാവൂ എന്ന സിതാരയുടെ ചോദ്യം കേട്ട് ശ്രീനിവാസ് പറഞ്ഞു, സിതാര, അന്നും ഇന്നും എന്നും എനിക്കൊന്നു മാത്രമേ സിതാരയോട് പറയാനുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൂടെ എന്ന് സിതാരയോട് വീണ്ടും പഴയതുപോലെ തന്നെ വളരെ ദയനീയമായിട്ടുള്ള ശ്രീനിവാസിന്റെ ചോദ്യം കേൾക്കുമ്പോൾ സിതാര പറഞ്ഞു, നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതയൊക്കെ ഇനി എന്റെ മുന്നിൽ ഏറ്റു പറയാനോ, എനിക്ക് നിങ്ങളുടെ ഒരു വാക്ക് പോലും കേൾക്കണ്ട, ഞാൻ കണ്ടതും കേട്ടതും ഒന്നും ഇനി കൂടുതലും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയും വേണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പലപ്പോഴും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശ്രീനിവാസ് ചോദിച്ചു, അന്ന് എന്റെ കൂടെ ഇവിടെ വന്നതൊക്കെ സിതാരയ്ക്ക് ഓർമ്മയുണ്ടോ? അതാണ് സിതാരയെ വല്ലാതെ രോഷാകുലയാക്കിയത്. ശരിയാണ്, അന്ന് ഞാൻ നിങ്ങളോടൊപ്പം വളരെ സന്തോഷത്തോടെ ഈ ക്ഷേത്രമുറ്റത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ എന്റെ പിന്നിൽ വന്നിരുന്നവളോടാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന്. അല്ലെങ്കിലും അവൾക്കായിരുന്നല്ലോ പണ്ട് നാഗങ്ങളോടും നാഗത്തറയോടും നാഗാരാധനയോടും ഒക്കെ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോ ആ ഒരു ഇഷ്ടം അവളിലേക്ക് നിങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി എന്നതായിരുന്നു സിത്താരയുടെ മറുപടി. സിത്താര പറയുന്നത് കേൾക്കുന്നതോടെ ശ്രീനിവാസ് ആകെ വല്ലാതെ ദേഷ്യത്തിലായി. നിർത്ത്, ഞാൻ എത്ര തവണ പറഞ്ഞു ഇത് സത്യമല്ല എന്ന്, ഇനിയും വെറുതെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട എന്ന് ശ്രീനിവാസിന് വീണ്ടും മറുപടി നൽകുമ്പോൾ, അന്ന് പരോളിൽ ഇറങ്ങിയപ്പോൾ ഞാനന്ന് നിന്റെ അടുത്തേക്ക് മോളെ അന്വേഷിച്ച് സിത്താരയ്ക്കരികിലേക്ക് വന്നതായിരുന്നു. അന്നപ്പോ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കുന്ന പോലെ തന്നെ ഒരു മാസം പോലും തികയാതെ, അല്ലെങ്കിൽ ഒരു മാസം പോലും കഴിയാതെ ഞാൻ ജയിലിലേക്ക് പോയതിനു ശേഷം ഞാനുമായി പിരിഞ്ഞു കഴിയുമ്പോൾ ഒരു മാസം തീരുന്നതിന് മുൻപ് തന്നെ മറ്റൊരാളെ വിവാഹം കഴിച്ച് അയാളിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിനെ താലോലിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ അന്ന് ഞാൻ വന്നപ്പോൾ കാണാനിടയായത് എന്ന് ശ്രീനിവാസ് വേദനയോടെ ചോദിക്കുമ്പോൾ സിതാര പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്തെങ്കിൽ അതിൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങളെപ്പോലെ ഒരു വിശ്വാസവഞ്ചനയല്ലല്ലോ ഞാൻ കാണിച്ചതെന്ന് ചോദിച്ചേ. ഇനി നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല എന്നും ഇനി എന്റെ മുന്നിലേക്ക് വരരുതെന്നും പറഞ്ഞുകൊണ്ട് സിതാര വല്ലാതെ ദേഷ്യപ്പെടുന്ന കാഴ്ചയാണ് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം മടങ്ങി വരുന്ന ഗാദിയും സിനിയും കാണുന്നത്. ഗാദ അപ്പോഴേക്കും സംശയത്തോടെ സിനിയോട് ചോദിച്ചു, ആരായിരിക്കും സിനി ചേച്ചി വന്നിരിക്കുന്നത്? അമ്മ വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ, മമ്മി ഇങ്ങനെ ദേഷ്യപ്പെടാനെ വല്ല പരിചയക്കാരനും ആയിരിക്കുമോ എന്ന് സംശയപ്പെട്ട് ഗാദ അരികിലേക്ക് ചെല്ലുമ്പോ ശ്രീനിവാസനോട് ഇനി തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോ ശ്രീനിവാസൻ പറഞ്ഞു, ഇല്ല, ഇനി സിത്താരയോട് ഞാനൊന്നും പറയുന്നില്ല. അന്നും ഇന്നും ജയിലിലേക്ക് പോകുമ്പോഴും ജയിലിൽ കിടക്കുമ്പോഴും ഒക്കെ എന്റെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു. ഞാനത് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, തനിക്കൊരു ആപത്തും വരരുതേ എന്ന്, താൻ ഇന്ന് സുഖമായി ജീവിക്കണേ എന്ന്. ആ പ്രാർത്ഥന മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇനി എന്നും അങ്ങനെ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും സിതാര ദേഷ്യത്തോടെ നേരെ തിരിച്ചു നടന്നു വരുമ്പോഴേക്കും ഗാദയും സിനിയും അരികിലേക്ക് ഓടി വന്നു. എന്തിനായിരുന്നു മമ്മി അയാളോട് ദേഷ്യപ്പെട്ടത്? മമ്മിക്ക് അറിയാവോ അയാളെ എന്ന് ഗാദ ചോദിക്കുമ്പോഴേക്കും അത് ശ്രീനിവാസാണ്, ഗാദയുടെ അച്ഛനാണ് എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് സിതാര പറഞ്ഞു, ഓ, അയാളുടെ വണ്ടി വന്ന് നമ്മുടെ വണ്ടിയിലൊന്ന് ഉരസി, ചെറുതായിട്ടൊരു പോറല്, അത് ഞാൻ അയാളോട് പറയുകയായിരുന്നു എന്ന് സിതാര പറയുമ്പോഴേക്കും ഉടനെ ഗാഥ പറഞ്ഞു, ഓ, അതിനാണോ അയാൾ വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് ഉരസിയിട്ട് അയാൾ ഇപ്പൊ വലിയ ആള് കളിച്ചു പോവാ, അങ്ങനെയാണോ? അയാളെ ഞാൻ ഒന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ, എന്റെ മമ്മിയോട് എന്നിട്ട് തട്ടിക്കയറുകയാണല്ലേ, അയാൾക്ക് ഞാൻ മറുപടി കൊടുത്തോളാം എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്ന ഗാഥയെ എങ്ങനെ പിടിച്ചു നിർത്തണം അറിയാതെ സിതാര വേഗം തന്നെ പിന്നാലെ ഓടിച്ചെന്നു. ഗാഥ അപ്പോഴേക്കും മുന്നോട്ട് നടന്നു നീങ്ങിയ ശ്രീനിവാസിനെ ഹേയ് മിസ്റ്റർ എന്ന് വിളിച്ച് പെട്ടെന്ന് ശ്രീനിവാസിനെ അവിടെ പിടിച്ചു നിർത്തി. കുറച്ചു ദൂരം പോയിരുന്നത് കൊണ്ട് ശ്രീനിവാസ് ആ വിളി കേട്ടൊന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഗാഥയുടെ മുന്നിലേക്ക് വന്ന് ശ്രീനിവാസ് ഗാഥയെ കാണാതിരിക്കത്തക്ക രീതിയിൽ ഗാഥയുടെ മുന്നിലേക്ക് വന്ന് സിതാര കയറി നിന്നു. സിതാര ഉടനെ ഗാഥയെ സമാധാനപ്പെടുത്തി, മോളെ നീങ്ങി വന്നേ, എന്തിനാ വെറുതെ ഈ വഴിയിലൂടെ പോകുന്ന ആളുകളോടൊക്കെ ദേഷ്യപ്പെടുന്നത്? അയാൾക്ക് കണക്കിന് ഞാൻ മമ്മി കൊടുത്തിട്ടുണ്ട്, ഇനി മോളായിട്ടൊരു പ്രശ്നത്തിനും പോകണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗാഥയെ സമാധാനപ്പെടുത്തി സിതാര വിളിച്ചുകൊണ്ട് പോകുമ്പോ ഇതാരാണ് അവിടെ തന്നെ വിളിച്ചതെന്ന് ഒന്ന് കാണാനായിട്ട് സിതാരയുടെ
സിത്താര നിൽക്കുന്നത് കൊണ്ട് കാണാൻ കഴിയാത്തതിനാൽ ശ്രീനിവാസ് പ്രയാസപ്പെട്ടൊന്ന് നോക്കി. പക്ഷേ മകളെ കാണാൻ കഴിയാതെ ആ അച്ഛൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങി. സിത്താര മകളെയും വിളിച്ചു നേരെ തിരിച്ച് കാറിലേക്കും വന്നു. അപ്പോഴാണ് ഗാഥയുടെ ആ പെരുമാറ്റത്തിൽ സിത്താര പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭാഷണം അവർക്കിടയിൽ ഉണ്ടാകാതെ മനഃപൂർവ്വം ഒഴിവാക്കിയതിന്റെ സമാധാനത്തിൽ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. ഇതിനിടയിലായിരുന്നു തങ്കവും മോളിക്കുട്ടിയും കൃഷ്ണയും കൂടി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ ഉദ്ഘാടനത്തിന്റെ സമയമൊക്കെ കുറിച്ചു. എന്നാൽ ആര് ഉദ്ഘാടനം ചെയ്യും മോളെ എന്ന് തങ്കം കൃഷ്ണയോട് ചോദിച്ചു. അതിനിത്ര സംശയം എന്താ, വിളക്ക് കൊളുത്തുന്നത് അമ്മ തന്നെയാ, അപ്പൊ അമ്മ തന്നെ ഉദ്ഘാടനം നടത്തണമെന്നായിരുന്നു കൃഷ്ണയുടെ അഭിപ്രായം. അപ്പോഴേക്കും അടുത്തിരുന്ന് മോളിക്കുട്ടി പറഞ്ഞു, അതെ ഉദ്ഘാടന ദിവസം ആകുമ്പോഴേ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫിലിം സ്റ്റാറിനെ വിളിച്ചാലോ, ഏതെങ്കിലും സിനിമാ നടിയൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ കൂടും, അങ്ങനെ ലോട്ടറിയും കുറെ വിറ്റഴിയുമല്ലോ എന്നതായിരുന്നു മോളിക്കുട്ടിയുടെ കണ്ടെത്തല്. മോളിക്കുട്ടി അങ്ങനെ പറയുന്നത് കേട്ടപ്പോ തങ്കം പറഞ്ഞു, അതൊക്കെ കൊള്ളാം, നല്ല കാര്യാ, കുറെ ആളുകൾ കൂടുകയും ചെയ്യും. പക്ഷേ ഈ സിനിമാ നടിക്കൊക്കെ എത്ര ലക്ഷം രൂപ കൊടുക്കണം? അത് കേട്ടപ്പോഴാണ് മോളിക്കുട്ടി കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ഓ, അത് ശരിയാണല്ലോ അല്ലെ, ലക്ഷങ്ങൾ അവർക്ക് കൊടുത്താലല്ലേ അവര് വരത്തുള്ളൂ, അപ്പൊ അത് വേണ്ട എന്നായി മോളിക്കുട്ടിയുടെ മറുപടി. തന്റെ ആ ഒരു തീരുമാനം, തന്റെ ആ ഒരു സജഷൻ വേണ്ട എന്ന് മോളിക്കുട്ടി തന്നെ സമ്മതിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് തങ്കം പറഞ്ഞത്, അതെ ഇതിനേക്കാൾ ഏറെ ഐശ്വര്യമുള്ള, സിനിമാ നടികളെക്കാളൊക്കെ ഏറെ ഐശ്വര്യവും നമ്മുടെ ഈ ബിസിനസ് വിജയിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്, ആ ആളെ വിളിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ കൃഷ്ണ ചോദിച്ചു, അല്ല അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാണെന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ എന്നായി കൃഷ്ണയുടെ മറുപടി. കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞതും തങ്കം പറഞ്ഞു, മോളെ വേറെ ആരുമല്ല, മോൾ ഈ നാട്ടിലേക്ക് വന്ന് ആദ്യമായി ലോട്ടറി കച്ചവടം തുടങ്ങിയപ്പോ അന്ന് ആ ആദ്യത്തെ ലോട്ടറി മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ആരാണ്? അതിന് ആദ്യമായിട്ട് തന്നെ പ്രൈസ് അടിക്കുകയും ചെയ്തില്ലേ? അപ്പോ ആ ആള് തന്നെയല്ലേ മോളുടെ ഈ ഒരു സംരംഭത്തിന് ഐശ്വര്യമായിട്ട് വരിക? അപ്പോ ആ ആളെ കൊണ്ട് തന്നെ. തങ്കത്തിന്റെ അഭിപ്രായം കേട്ടപ്പോ മോളിക്കുട്ടി പറഞ്ഞു, എന്തായാലും അത് നല്ലൊരു തീരുമാനമേ, അത് തന്നെയാ നല്ലത്. എന്തായാലും കൃഷ്ണേ, നിന്റെ ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അനിൽ സാർ തന്നെയാ. അപ്പൊ പിന്നെ അനിൽ സാറിനെ കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ് എന്തുകൊണ്ട് നിനക്ക് ഐശ്വര്യമെന്ന മോളിക്കുട്ടിയും സമ്മതിച്ചു. അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് ഉറപ്പായിട്ടും അനിൽ സാർ തന്നെ ഈ ഒരു ചടങ്ങ് നിർവഹിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തിയത് കൊണ്ട് വേഗം തന്നെ കൃഷ്ണ അനിൽ സാറിനെ ഇക്കാര്യം അറിയിക്കാനായിട്ട് ഫോൺ ചെയ്യുന്നു. അനിൽ സാർ കോൾ എടുത്തതും കൃഷ്ണ പറഞ്ഞു, സാറേ നാളത്തെ ഉദ്ഘാടനത്തെ കുറിച്ച് സംസാരിക്കാനാണ് താൻ വിളിച്ചത്. അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചത് സാറ് തന്നെ വന്ന് ഈ കട ഉദ്ഘാടനം ചെയ്തു തരണം, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷമെന്ന് കൃഷ്ണ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അനിൽ സാറിനോട് അറിയിച്ചു. എല്ലാം കേട്ടതും അനിൽ സാറ് പറഞ്ഞു, അയ്യോ മോളെ അത് ശരിയാവത്തില്ല, മോളുടെ കടയുടെ ഉദ്ഘാടനം മോളുടെ അമ്മ തന്നെ നടത്തുന്നതാണ് നല്ലത്, ഞാൻ ഇതിന്റെയൊക്കെ ഒരു മേൽനോട്ടക്കാരനായിട്ട് അങ്ങ് നടന്നോളാം, അത് ഒരു കാര്യക്കാരനായിട്ട് അത് മതി മോളെ, അല്ലാതെ ഈ ഒരു ഉദ്ഘാടനത്തിനൊന്നും പറ്റിയ ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞ് അനിയൻ സാറും അക്കാര്യത്തിൽ നിന്ന് ഒഴിവാകുന്നു. ഇത് കേട്ടതും കൃഷ്ണയും ആകെ വിഷമത്തോടെ അനിയൻ സാറിനെ ഒരിക്കൽ കൂടി നിർബന്ധിച്ചിട്ടും അനിയൻ സാർ അതിന് തയ്യാറാകാത്ത രീതിയിൽ തൽക്കാലം മോളിത് അമ്മയോട് പറഞ്ഞാൽ മതി, പിന്നെ എത്രയും ദിവസമായിട്ടും അമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല, എന്തായാലും നാളെ നമുക്ക് കാണാമെന്ന് അമ്മയോട് പറഞ്ഞു കേട്ടോ, എന്തായാലും ഞാൻ മോളോട് പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോ അവിടേക്ക് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തിരുമേനി അനിയൻ സാറിന്റെ അരികിലേക്ക് എത്തി. ഉടനെ കൃഷ്ണനോട് പറഞ്ഞു, മോളെ ദാ ഇവിടെ തിരുമേനി എന്നെ വിളിക്കുന്നുണ്ട്, അവളെ സെക്രട്ടറി എന്തോ സംസാരിക്കാനായിട്ട് അന്വേഷിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാ, മോളെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അനിയൻ സാർ വേഗം തിരുമേനിയുടെ കൂടെ പോയി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞത് മോൾക്കുട്ടി പറഞ്ഞു, എന്തായാലും അത് തന്നെ മതി, അനിയൻ സാറ് പറഞ്ഞ പോലെ അമ്മ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്താൽ മതി, അതിന്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാ എന്ന് പറഞ്ഞ് അവരെല്ലാരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അപ്പോഴാണ് ചങ്ങാതിക്കടയിൽ പോയിട്ട് തിരിച്ചെത്തിയ സിത്താരയുടെ ടെൻഷനെല്ലാം കണ്ടിട്ട് അരികിലേക്ക് എത്തി സിനി ചോദിച്ചു, അല്ല മേഡം അവിടെ പോയി വന്നപ്പോ ഗാഥ മേഡത്തിന്റെ ടെൻഷനൊക്കെ മാറി, മേഡം പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പൂജകളും എല്ലാ വഴിപാടുകളും പൂർത്തിയായി കഴിഞ്ഞപ്പോ ഇപ്പോ മേഡത്തിന്റെ മാറ്റം നന്നായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഗാഥ മേഡത്തിന് ചേഞ്ച് ഉണ്ടായപ്പോ ഇവിടെ സിത്താര മേഡത്തിനാണല്ലോ വല്ലാത്ത ടെൻഷനും ആകെ ഒരു മൂഡ് ഓഫും. എന്തു പറ്റി മേഡം, ആ നാട്ടിലേക്ക് പോയതിന്റെയാണോ, പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ സിനി സംശയപ്പെട്ട് ചോദിക്കുമ്പോ സിത്താര ദേഷ്യത്തോടെ തന്നെ സിനിയോട് പറഞ്ഞു, അതല്ല സിനി, ഇന്ന് ഞാൻ ആ മനുഷ്യനെ കണ്ടു, ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി, അയാളെ ഞാൻ ഇന്ന് അവിടെ വെച്ച് കണ്ടു, അതാണ് എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് എന്നതായിരുന്നു സിത്താരയുടെ മറുപടി. സിത്താരയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞതും സിനി ചോദിച്ചു, അല്ല മേഡം അതാരാണ്, മേഡം എന്നിട്ട് എന്താ പറയാതിരുന്നെന്ന് ചോദിച്ചപ്പോ സിനിയോട് സിത്താര ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും വന്നപ്പോ ഞാൻ ഒരാളോട് സംസാരിക്കുന്നതെന്ന് കണ്ടില്ലേ, ഗാഥമോള് അയാളെ വിളിച്ചു നിർത്തി സംസാരിക്കാനായിട്ട് പോകാൻ തുടങ്ങിയില്ലേ, ആ മനുഷ്യൻ അതാണ് അയാള്,
ശ്രീനിവാസ്. അത് കേട്ടതോടെ ശ്രീനി വല്ലാതെ ഞെട്ടി. അത് ശരി, മേഡം അയാളോടാണോ സംസാരിച്ചത്? എന്നിട്ട് ആ, മേഡം എന്താ പറഞ്ഞത്? കൃഷ്ണയെ കുറിച്ചൊക്കെ അയാൾ അന്വേഷിച്ചോ എന്ന് ചോദിച്ചപ്പോ സിത്താര പറഞ്ഞു, ഞാൻ അയാളോട് സംസാരിച്ചപ്പോ തങ്കത്തെയും ശാന്തിയെയും മകളെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അയാൾ അന്വേഷിക്കുന്ന മോള് മേഡത്തിന്റെ അരികിലല്ലേ എന്ന് ചോദിച്ചപ്പോ, അതെ, അയാൾ അന്വേഷിക്കുന്നത് അയാളുടെ മകൾ കൃഷ്ണയാണ്. ശരിക്കും അയാളുടെ മുന്നിലേക്ക് ഒരിക്കലും അവൾ ചെന്ന് പെടില്ല. ഇനി അഥവാ ഇയാൾ അന്വേഷിച്ച് കൃഷ്ണയുടെ അടുത്തെത്തിയാൽ ഞാൻ ഒരു കോൾ മാത്രം മതി, ഒരു ഫോൺ കോൾ മാത്രം ഞാൻ കൃഷ്ണയെ വിളിച്ച് പറഞ്ഞാൽ മതി, ഒരു കാരണവശാൽ അയാളെ അടുപ്പിക്കരുതെന്ന്. എന്നാൽ പിന്നെ അയാളെ ഒരിക്കലും കൃഷ്ണ അവരുമായി ബന്ധപ്പെടാൻ പോലും, അവരുടെ ജീവിതത്തിലേക്ക് അയാൾ എത്തിച്ചേരാൻ പോലും കൃഷ്ണ സമ്മതിക്കില്ല. എന്തായാലും അവളെ തന്നെ ഇല്ലാതാക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. ഇയാളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അഹങ്കാരവും വല്ലാത്ത സന്തോഷവും എനിക്കുണ്ട്, ആകെ തകർന്നു നിൽക്കുന്ന അയാളെ കാണുമ്പോൾ. പക്ഷേ ഒരു കാര്യം എന്നെ ഇപ്പോഴും വേദനിപ്പിക്കുന്നത്, എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമാണ്, അത് കൃഷ്ണയ്ക്ക് മാത്രം. ശാന്തിയിലുണ്ടായ അയാൾക്കുണ്ടായ മകള് കൃഷ്ണയ്ക്ക് മാത്രമേ എന്നെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവളുടെ സ്നേഹവും ത്യാഗവും ഒക്കെ കൊണ്ടാണ് അവൾ എന്നെ തോൽപ്പിച്ചത്. എന്തായാലും ഏതെങ്കിലും നാട്ടിൽ പോയി അവൾ ജീവിച്ചോട്ടെ, അവളുടെ സ്നേഹവും ത്യാഗവും ഒക്കെ നൽകി അവൾ ജീവിച്ചോട്ടെ, മറ്റാർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ. പക്ഷെ അയാൾ ഒരിക്കലും അവളെ കാണാൻ പാടില്ല, അവളെ കണ്ടെത്താനും പാടില്ല എന്ന് സിതാര തന്റെ മനസ്സിലെ വാശിയോടെ അക്കാര്യം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ്, സിതാരയുടെ ഈ ഒരു ആഗ്രഹം നിലനിൽക്കുമ്പോൾ അനിയൻ കുഞ്ഞിനെ ഇല്ലാതാക്കാനും അനിയൻ കുഞ്ഞ് ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുമൊക്കെയുള്ള നീക്കങ്ങളായിരുന്നു ആ കുടുംബത്തിലെ അനിയൻ കുഞ്ഞിന്റെ തറവാട്ടിലെ വിശ്വസ്തൻ എന്ന് വിചാരിക്കുന്ന കാര്യസ്ഥൻ മൂർത്തിയും അനിയൻ കുഞ്ഞിന്റെ ചേച്ചിയെയും കൂടി നടത്തിക്കൊണ്ടിരുന്നത്. ശരിക്കും ശ്രീനിവാസനെ ചതിക്കാനുള്ള, അല്ലെങ്കിൽ ശ്രീനിവാസനെ ചതിച്ച് ജയിലിലേക്ക് അയച്ചത് അനിയൻ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ശ്രീനിവാസിന്റെ കുടുംബക്കാർ തന്നെയായിരുന്നു. ശ്രീനിവാസിന്റെ സഹോദരിക്ക് സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നതിന് വേണ്ടി, ശ്രീനിവാസിന്റെ കൂടി സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി ശ്രീനിവാസ് ബിസിനസ് ചെയ്ത് നേടിയെടുത്ത സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സിതാരയും ശ്രീനിവാസും തമ്മിലുണ്ടായിരുന്ന ആ നല്ലൊരു ദാമ്പത്യം. അതിൽ സംശയത്തിന്റെ വിത്ത് പാകി സിതാരയുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം കൊണ്ടുചെന്നിട്ട് ഒടുവിൽ അവരുടെ ആ കുടുംബജീവിതത്തെ ശിഥിലമാക്കിയത്. അതിനുശേഷം സിതാരയുടെ പ്രസവ സമയത്ത് സിതാരയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താനായി അവർ ശ്രമിക്കുന്നു എന്നൊരു അറിവ് കിട്ടിയപ്പോഴാണ് ശ്രീനിവാസ് ആ കുഞ്ഞിനെ രക്ഷിക്കാനായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ അവിടെ ഉണ്ടായ പിടിവലിയിൽ, കയ്യാങ്കളിയിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി സിതാര പ്രസവിച്ച ആദ്യത്തെ കുഞ്ഞിനെ അത് ശാന്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച് വേഗം ആ കുഞ്ഞുമായി രക്ഷപ്പെട്ടോളാനായി ശ്രീനി അറിയിച്ചത്. അങ്ങനെ കുഞ്ഞിനെയും എടുത്ത് കുഞ്ഞിനൊരു പ്രശ്നവും ഉണ്ടാകാതെ കുഞ്ഞിനെ സുരക്ഷിതമാക്കാനായിട്ട് ശ്രീനിയുടെ ആ ഒരു വാക്ക് കേട്ട് കുഞ്ഞുമായി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതായിരുന്നു തങ്കം. ആ കുഞ്ഞായിരുന്നു കൃഷ്ണയായി വളർന്ന് ഇന്ന് ശ്രീനിവാസന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന പെൺകുട്ടി. എന്നാൽ ആ സത്യം ഇതുവരെ ആ പാവത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ രണ്ടാമത് ശ്രീനിവാസ് അറിയാതെ, അല്ലെങ്കിൽ ശ്രീനിവാസൻ അറിയാതിരുന്ന മറ്റൊരു സത്യമുണ്ടായിരുന്നു. സിതാര ആദ്യം പ്രസവിച്ച കുഞ്ഞിനെ ശാന്ത കൊണ്ടുപോയപ്പോ രണ്ടാമത് സിതാര പ്രസവിച്ചത് ഇരട്ട കുട്ടികളായിരുന്നതിൽ രണ്ടാമത്തെ കുഞ്ഞിനെ സിതാരയുടെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. സിതാര ആ കുഞ്ഞിനെയാണ് തന്റെ മകളെന്ന് പറഞ്ഞ് താൻ പ്രസവിച്ചത് ഒരു മകളെ മാത്രമാണെന്നുള്ള വിശ്വാസത്തിൽ സിതാര വളർത്തിക്കൊണ്ടു വന്ന ഗാഥ. അങ്ങനെ ഇരട്ട സഹോദരിമാരായ, ഇരട്ട കുട്ടികളായ കൃഷ്ണയെയും ഗാഥയെയും രണ്ടുപേരുടെ കൈകളിൽ സുരക്ഷിതമായി അവർ ജീവിക്കുമ്പോൾ അച്ഛനും അമ്മയും തങ്ങൾക്ക് ഇരട്ട കുട്ടികളാണ് ജനിച്ചതെന്നുള്ള സത്യം അറിയാതെ പോയിരുന്നത്. ശ്രീനിവാസന്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞ സഹോദരി വീണ്ടും ശ്രീനിവാസന്റെ തിരിച്ചുവരവിൽ വല്ലാതെ ആശങ്കാകുലയാണ്. മൂർത്തിയുടെ സഹായത്തോടെ ശ്രീനിവാസനെ പോലും വകവരുത്താനുള്ള നീക്കമാണ് പിന്നീട് സഹോദരി നടത്തുന്നത്. ശ്രീനിവാസ് തന്റെ പ്രോപ്പർട്ടി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണവുമായി പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ പദ്ധതിയെ കടയ്ക്കൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് മൂർത്തിയും സഹോദരിയും ചേർന്ന് ശ്രീനിവാസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ചോദിച്ചു, അല്ല, ഇനി നിനക്ക് പുതിയ ബിസിനസ് ഇവിടെ തുടങ്ങേണ്ട കാര്യമുണ്ടോ? മുംബൈയിൽ നിന്ന് അളിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മഹേട്ടൻ പറഞ്ഞത്, നീ ഇനി ഇവിടെ പുതിയ ബിസിനസ് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ, അവിടേക്ക് ചെന്ന് അവരുടെ കൂടെ ബിസിനസ്സിൽ പങ്കുചേരുന്നതല്ലേ നല്ലത്, വെറുതെ ഇവിടെ ഇങ്ങനെ കാശ് വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീനിവാസ് പറഞ്ഞത്, ചേച്ചി, എനിക്ക് തനിച്ച് ബിസിനസ് ചെയ്യാനാ താല്പര്യം. കാരണം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് അളിയന്റെ കൂടെ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്റെ മോൾക്ക് വേണ്ടിയാണ്. അവളെ കണ്ടെത്തി കഴിയുമ്പോൾ അവൾക്ക് വേണ്ടി അച്ഛൻ എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു വെക്കണ്ടേ, അതിനു വേണ്ടിയാണ് ചേച്ചി, ഇതെന്റെ മോൾക്ക് വേണ്ടിയുള്ള ബിസിനസ്സാ, അതുകൊണ്ടാ എന്ന് അളിയനോടൊന്ന് പറഞ്ഞേക്ക്, അളിയനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നാളത്തെ ഉദ്ഘാടനത്തിന് വേണ്ട ചില ഒരുക്കങ്ങൾ നടത്താനായിരുന്നു.
അവിടെ നിന്ന് ശ്രീനിവാസ് പുറപ്പെട്ടത്. ശ്രീനിവാസ് അവിടെ നിന്ന് ഇറങ്ങിയത് അറിഞ്ഞോടെ മൂർത്തിയോട് ശ്രീനിവാസന്റെ സഹോദരി പറഞ്ഞു, ഒരു കാരണവശാലും അവൻ ഇനി പുതിയ ബിസിനസ് തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് അവനെ ഒന്നെങ്കിൽ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവന്റെ കാലും കൈയും ഓടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവന്നിരുത്തുക. ഇനി മകളെ അന്വേഷിച്ചെന്നോ പുതിയ ബിസിനസ് എന്നോ പറഞ്ഞ് ഇനി അവൻ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതായിരുന്നു സഹോദരിയുടെ നിർദ്ദേശം. അതേ നിർദ്ദേശം തന്നെ സഹോദരിയുടെ ഹസ്ബൻഡും മൂർത്തിക്ക് നൽകി. ഉടനെ തന്നെ മൂർത്തി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. മൂർത്തിക്ക് ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായ ശെൽവന്റെ അടുത്തേക്ക് മൂർത്തി എത്തിച്ചേരുന്നു. വന്നിറങ്ങിയ ദിവസം തന്നെ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ദിവസം തന്നെ അനിയൻ കുഞ്ഞുമായി ഏറ്റുമുട്ടിയ ആളായിരുന്നു ശെൽവൻ, അതും കൃഷ്ണയെ രക്ഷപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് തന്നെ അനിയൻ കുഞ്ഞിനോടും കൃഷ്ണയോടും വല്ലാത്ത വൈരാഗ്യമുള്ള ശെൽവൻ അവരോടുള്ള പക വീട്ടാനായി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മൂർത്തി ഇങ്ങനെ ഒരു അവസരവുമായിട്ട് അയാൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ശെൽവനോട് മൂർത്തി പറഞ്ഞു, ആ അനിയൻ സാറിനെ വകവരുത്താനായിട്ട് നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം, നിനക്കത് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അതിനെന്താ, എനിക്ക് അധികം പണമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്റെ കൂടി വാശിയാണ്, എന്റെ കൂടി പകയാണ്, അതുകൊണ്ട് അയാളെ ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞ് ശെൽവൻ വാക്ക് നൽകി. അങ്ങനെ പണവും കൈപ്പറ്റി ശെൽവൻ അന്ന് രാത്രിയിൽ തന്നെ ശ്രീനിവാസനെ അപായപ്പെടുത്താനായി ശെൽവനും കൂട്ടുകാരനും കൂടി കാത്തിരിക്കുന്നു. തിരിച്ച് ശ്രീനിവാസ് ഉദ്ഘാടനത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി ശ്രീനിവാസ് തിരിച്ചു വരാൻ തുടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ശ്രീനിവാസിനെ അപായപ്പെടുത്താനായിരുന്നു അവരുടെ ശ്രമം. പക്ഷെ ആ ശ്രമം ശ്രീനിവാസിന്റെ സുഹൃത്തുക്കൾ കുറച്ചാളുകൾ ഒപ്പമുണ്ടായിരുന്നുകൊണ്ട് നാട്ടുകാർ കുറെ പേർ കൂടെ വന്നിരുന്നതിനാൽ അത്തവണ ആ ഒരു നീക്കം അവർക്ക് പരാജയമായി. പിറ്റേന്ന് രാവിലെ ലോട്ടറി ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കൃഷ്ണയും മോളിക്കുട്ടിയും തങ്കവും അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ആ ഒരു വലിയൊരു സംഘടന അവിടെ നടക്കുന്നത്. അവരെല്ലാവരും 3 പേരും വിളക്കൊക്കെ റെഡിയാക്കിയും ശുഭമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് ആ ലോട്ടറി കടയുടെ ഉദ്ഘാടനം നടത്താൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇത്രയും നേരമായിട്ടും ഇതിന്റെയൊക്കെ മേൽനോട്ടം നടത്തിയിരുന്ന ഇതിന്റെയൊക്കെ ശരിക്കും ഇതിന്റെ എല്ലാം അണിയറ ശില്പിയായിട്ടുള്ള അനിയൻ സാർ എത്താത്തതിന്റെ സങ്കടമായി കൃഷ്ണയുടെയും മോളിക്കുട്ടിയുടെയും തങ്കത്തിന്റെയൊക്കെ മുഖത്ത്. അല്ല, സാറത് ഇത്രയും നേരിട്ടും വരാത്തത് എന്നവർ പരസ്പരം ഇങ്ങനെ സംശയപ്പെട്ട് നിൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് കടയുടെ ഉദ്ഘാടനത്തിനായിട്ട് പുറപ്പെട്ടതായിരുന്നു ശ്രീനിവാസ് വരുന്ന വഴിയിൽ വെച്ച് ഒരാള് വഴിക്ക് കുറുകെ കിടക്കുന്ന കാഴ്ച കണ്ടു. വേഗം വണ്ടി നിർത്തിയത് ഇയാൾക്ക് എന്താ പറ്റിയെന്നറിയാനായി പുറത്തേക്ക് ഇറങ്ങി ചെന്ന ശ്രീനിവാസിനെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയാണ് ശെൽവനും കൂട്ടരും. അങ്ങനെ ശെൽവൻ 2-3 കൂട്ടാളികളെയും കൂട്ടി അവിടെ വന്ന് കാത്തു നിന്നിട്ട് അങ്ങനെ ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്ത് മനഃപൂർവ്വം അനിയൻ സാറിനെ കാറിൽ നിന്ന് ഇറക്കാനുള്ള നീക്കമായിരുന്നു ആദ്യം നടത്തിയത്. അത് കൃത്യമായി ഫലവത്തായി. പിന്നിൽ നിന്ന് ഒരടി അനിയൻ സാറിന് നേരെ കൊടുത്തു. അപ്പോഴേക്കും തന്നെ അപായപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ അനിയൻ സാറ് പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. തിരിച്ച് തന്നെ ആക്രമിക്കാൻ എത്തിയ ഓരോ ഗുണ്ടകൾക്കും കണക്കിന് തന്നെ തിരിച്ചടി കൊടുക്കുകയാണ് അനിയൻ സാറ്. എല്ലാവരും തന്നെ അടിച്ച് നിലംപരിശാക്കി അവിടെ വീഴ്ത്തിയിട്ടു. എന്നിട്ട് തന്നെ അപായപ്പെടുത്താനായി പറഞ്ഞയച്ചവരോട് നീയൊക്കെ ചെന്ന് പറഞ്ഞേക്ക്, അങ്ങനെ അങ്ങ് ഈ ശ്രീനിവാസനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസ് തന്റെ വണ്ടിയും എടുത്ത് നേരെ കൃഷ്ണയുടെ കടയ്ക്ക് മുന്നിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും അനിയൻ സാറിന്റെ ദേഹത്ത് ചില ആ അടിയൊക്കെ തടഞ്ഞതിൻ്റെതായ ചില അടിത്തടവൊക്കെ നടത്തിയതിന്റെ പാടുകളൊക്കെ കയ്യിലൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. അവിടെ കടയ്ക്ക് മുന്നിലേക്ക് വന്നിറങ്ങിയ അനിയൻ സാറിനെ കണ്ട കൃഷ്ണയും മോളിക്കുട്ടിയും വേഗം തന്നെ അരികിലേക്ക് ഓടിയെത്തി. അല്ല, എന്താ സാറേ വരാൻ വൈകിയത് എന്ന് ചോദിച്ചപ്പോ അതെ, വഴിയിൽ വെച്ച് ചെറിയൊരു ഏറ്റുമുട്ടൽ, അത്രേ ഉള്ളൂ. എന്റെ ശത്രുക്കൾ കുറെ പേരുണ്ടല്ലോ, അതൊന്നും സാരമാക്കിയില്ല, അവർക്ക് കണക്കിന് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഉദ്ഘാടനത്തിനുള്ള സമയമായില്ലേ, അപ്പോ വിളക്കൊക്കെ തെളിയിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ടും കൃഷ്ണ പറഞ്ഞു, അതെങ്ങനെയാ സാറേ, സാറില്ലാതെ ഇതൊക്കെ നടക്കുവോ? സാറ് വന്നേ, സാറിനെ കാണാനായിട്ട് കുറെ ദിവസമായി കാത്തിരിക്കുക എന്റെ അമ്മ പോലും, സാറിനെ ഇന്ന് കാണാൻ കഴിയുന്നുള്ള പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെന്താ, നമുക്ക് നമ്മുടെ ചടങ്ങുകൾ നടത്താം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്റെ പെൺമക്കളെ ചേർത്ത് പിടിക്കുന്ന പോലെ മോളിക്കുട്ടിയെയും കൃഷ്ണയെയും വിശേഷങ്ങൾ ചോദിച്ച് സന്തോഷത്തോടെ അവരോടൊപ്പം ആ കടയിലേക്ക് അനിയൻ സാറ് കയറുന്നു.